ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പല സംഗതികളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും അതേക്കുറിച്ച് സംവദിക്കുകയും അവ നിങ്ങളുടെ മുന്നിലേക്ക് തീർത്തും ലളിതമായിട്ട് യാതൊരുവിധ മറവുകളുമില്ലാതെ അത്തരത്തിൽ തന്നെ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ചെറിയ പേരുകളോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ മാറ്റങ്ങൾ മാത്രമൊക്കെ വരുത്താറുള്ളൂ. പക്ഷേ ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ ചുറ്റുപാടുകളിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെയേറെ സങ്കീർണമാണ്. അവ നമ്മളെ ഞെട്ടിപ്പിക്കുക എന്ന് മാത്രമല്ല, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകും എന്നുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിലയിരുത്തേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളാണ്. ഇന്നലെ ഞാൻ ഒന്ന് പുറത്തു പോയിരുന്നു. ഞാൻ ടൗണിൽ വരെ പോയപ്പോഴേക്കും എനിക്ക് പരിചയമുള്ള എൻ്റെ വീടിന് അല്പം അപ്പുറത്തുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിരുന്നു. അവരുടെ പേര് രമ എന്നാണ്. പുള്ളിക്കാരിക്ക് ഏകദേശം ഒരു 33 വയസ്സ് അത്രയൊക്കെയാണ് പ്രായമുള്ളത്. ഭർത്താവുണ്ട്, സുദർശൻ എന്നാണ്. അത്യാവശ്യം കള്ളുകുടിയും ഇച്ചിരി മദ്യപാനവും കൂടാതെ ചെറിയ 1-2 കേസുകളിലൊക്കെ അകപ്പെട്ട ആളാണ്. അപ്പോൾ ഞാൻ രമയെ കണ്ടപ്പോൾ ചിരിച്ചു സംസാരിച്ചു. ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ? അപ്പം പറഞ്ഞു എനിക്കൊന്ന് കടയിൽ വരണമായിരുന്നു, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ രമയുടെ 2 പെൺകുട്ടികളുണ്ട്. 13ഉം 11ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞ സാധനങ്ങൾ മേടിക്കാനായിട്ട് പിള്ളേരുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് പുള്ളിക്കാരി പറയാണ്, എങ്ങനെ പിള്ളേരെ ഞാൻ വിശ്വസിച്ച് വീട്ടിലിരുത്തും, അങ്ങേര് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങേര് എന്ന് പറഞ്ഞാൽ ഈ രമയുടെ 2 പെൺമക്കളുടെ അച്ഛനാണ് വീട്ടിലുള്ളത്. കുട്ടികളുടെ അച്ഛൻ വീട്ടിലുള്ളപ്പോൾ അമ്മ കുട്ടികളുമായിട്ട് കടയിൽ വന്നതാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, എങ്ങനെ ഞാൻ എൻ്റെ പെൺമക്കളെ വീട്ടിൽ വിശ്വസിച്ചിരുത്തും, അങ്ങേരെ വീട്ടിലുണ്ട് എന്ന്. നമ്മളുടെ സമൂഹത്തിൻ്റെ ആ പരിതസ്ഥിതി ഒന്ന് മാറിയ നിലപാടുകളെന്ന് ഓർക്കണം. സ്വന്തം അമ്മ പറയുകയാണ് അല്ലെങ്കിൽ ഭാര്യ പറയുകയാണ് ഭർത്താവ് വീട്ടിലുള്ളത് കൊണ്ട് കുട്ടികളെ വീട്ടിലിരുത്താൻ വിശ്വസിച്ചിരുത്തുവാൻ പറ്റാത്ത ഒരു പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എനിക്കങ്ങനെ പിള്ളേരെ അവിടെ ഇരുത്തിയിട്ട് പോരാൻ പറ്റില്ല എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ മടിയിൽ കയറി കളിക്കുകയും അച്ഛനോട് സമ്മതിക്കുകയും അച്ഛനോട് വഴക്കുണ്ടാക്കുകയും അച്ഛനോട് കുറുമ്പ് കാണിക്കുകയും ഒക്കെ ചെയ്യേണ്ട പ്രായമാണ് ഈ കുട്ടികൾക്ക്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടികളെ അച്ഛൻ്റെ അടുത്തിരുത്താൻ ഭയപ്പെടുകയാണ് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തുള്ള രമ എന്ന വീട്ടമ്മ. ഇത് കേവലം രമ എന്ന് പറഞ്ഞ ആ വീട്ടമ്മയുടെ മാത്രം അവസ്ഥയല്ല. കേരളത്തിലുള്ള ലക്ഷോപലക്ഷം അമ്മമാർ അനുഭവിക്കുന്ന ഉള്ളിൽ നെരിപ്പോട് കൂടിയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വേദനയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു. കുളത്തൂർ പുഴയിലൊരു വാർത്ത കണ്ടിരുന്നു. 15 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അവളുടെ അച്ഛൻ അവളോട് ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നു. 2 മാസമായിട്ട് തുടർച്ചയായിട്ട് ആ കുട്ടീനെ ഉപദ്രവിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആ കുട്ടീനെ മറ്റുള്ള രീതിയിലേക്ക് ഉപയോഗിക്കുകയായിരുന്നു സ്വന്തം പിതാവ് എന്നറിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം നമ്മളുടെയൊക്കെ ഇമാജിനേഷൻ്റെ അപ്പുറത്ത്, കാരണം അച്ഛന് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാര്യം ആ കുട്ടിയുടെ വീട്ടിലുള്ള മറ്റുള്ളവരാരോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അമ്മൂമ്മയോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള വാസ്തവം. അതുകൂടാതെ തന്നെ പല കേസുകളും, അതിന് മുൻപൊരു കേസെടുത്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു 13 വർഷമായിട്ട് ആ കുട്ടിയുടെ അച്ഛനും മൂത്ത സഹോദരനും അമ്മാവനും നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ശാരീരികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇത്തരത്തിലുള്ള സംഗതികൾ ഓർത്തോണം. ഒരു 13 വയസ്സുകാരിയായ കുട്ടീനെ ആ കുട്ടിയുടെ അച്ഛനും മൂത്ത സഹോദരനും അമ്മാവനും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ട് 2 വർഷം നിരന്തരമായി അതിനെ ദുരുപയോഗം ചെയ്തിട്ട് വീട്ടിൽ ആരും അറിഞ്ഞിരുന്നില്ല, സ്വന്തം അമ്മ പോലും അറിഞ്ഞിരുന്നില്ല. ഇതെങ്ങനെയാണ് പുറത്തു വന്നത്? ഈ കുളത്തൂപ്പുഴയിലെ സംഭവമാണെങ്കിലും എങ്ങനെയാണ് പുറത്തു വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൂളിൽ കൗൺസിലിങ്ങിനിടയിൽ കുട്ടികളുടെ അസ്വാഭാവികമായിട്ടുള്ള അവരുടെ ആ ഒരു അസ്വാഭാവികമായ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ആ സൈലൻ്റായിട്ടുള്ള നേച്ചർ, ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കുന്നു, വിഷാദത്തിലിരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും പലപ്പോഴും ഇത് പുറത്ത് കൊണ്ടുവരുന്നത് സ്കൂളിലുള്ള ടീച്ചേഴ്സാണ്. കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അവരാണ് ഇത് പുറത്ത് കൊണ്ടുവരുന്നത്. ഞാൻ ഉറപ്പിച്ച് അടിവരയിട്ട് പറയാം, ഇത് 1-2 കേസാണെങ്കിൽ തന്നെയും നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളെ എല്ലാവരെയും ഇതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ട് കൗൺസിലിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാൽ, ഇവനത് ആൺകുട്ടികളാകാം പെൺകുട്ടികളാകാം,
എത്രമാത്രം ഞെട്ടിക്കുന്ന കഥകളായിരിക്കാം പുറത്ത് വരുന്നത്, ഇല്ല കഥകളല്ല, സംഭവങ്ങൾ. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട കേസ് അല്ലാതെ ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ. ഇത്തരത്തിലുള്ളൊരു പ്രവണത മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങൾക്ക് എന്താ പറയുക നിലനിൽപ്പാണുള്ളത്. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിലിരുത്തിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഈ രമ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൻപുറത്തുകാരിയായ വീട്ടമ്മ പറഞ്ഞ ആ ഒരു ഡയലോഗുണ്ടല്ലോ, അത് കേരളത്തിലെ എല്ലാ അമ്മമാർക്കും പറയേണ്ടതായിട്ട് വരും. കേരളത്തിലെ പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ പോലും അവർക്ക് അരക്ഷിതാവസ്ഥയാണ് എന്നുള്ള സ്ഥിതി വിശേഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളുടെയൊക്കെ നമുക്കറിയാം, കുറച്ച് കാലഘട്ടം മുൻപൊക്കെ നമുക്ക് അച്ഛൻ എന്ന് പറഞ്ഞ സങ്കല്പം ദൈവീകമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ആ സങ്കല്പമൊക്കെ മാറിയിരിക്കുന്നു. സഹോദരൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടപ്പിറപ്പെന്ന് പറഞ്ഞാൽ ഏതൊരു ആൾക്കും നമുക്ക് അത്തരത്തിലേക്ക് ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഒരു നിലപാടോ അങ്ങനെ ഒരു വീക്ഷണകോണോ നമുക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ കാഴ്ചപ്പാടുകൾ മാറി, ആ നിലപാടുകൾ മാറി, ആ വീക്ഷണകോണുകൾ മാറി. ഇപ്പോൾ സ്വന്തം കൂടപ്പിറപ്പ്, സ്വന്തം സഹോദരനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക്, അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ ദുഃഖകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്വന്തം മൂക്കിന് താഴെ, അല്ലെ സ്വന്തം കണ്ണിന് താഴെ, സ്വന്തം നിഴൽവട്ടത്ത് നടക്കുന്ന ഈ സംഗതികളൊന്നും പെറ്റമ്മ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. പെറ്റമ്മ പോലും അറിയാതെയാണ് കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ സുതാര്യത എത്രമാത്രമുണ്ട്, ആ വീടിൻ്റെ സുരക്ഷിതത്വം എത്രമാത്രമുണ്ട് എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്. കാരണം ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുന്ന അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മുത്തച്ഛൻ, മുത്തശ്ശി, അങ്ങനെയുള്ള പണ്ടൊക്കെ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ 4, 5, 6 പേര് മാത്രമാണുള്ളത്. അപ്പോൾ ഈ 4, 5 പേരോ അല്ലെങ്കിൽ 3, 4 പേരോ ഉള്ളപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന സംഗതികൾ പരസ്പരം ഒരച്ഛൻ ഒരു കുട്ടിയോട് അങ്ങനെ ചെയ്യുമ്പോഴേക്കും, അല്ലെങ്കിൽ സഹോദരൻ സഹോദരിയോട് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ വീട്ടിലുള്ള മറ്റ് പലരും അത് അറിയുന്നില്ല എന്നുള്ള ഒരു വസ്തുതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു 10 വർഷം മുൻപ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വല്ലയിടത്തുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചായിരിക്കും. ഇതുപോലെ തുടർച്ചയായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനോ കേൾക്കുവാനോ അറിയുവാനോ നമ്മൾക്കിടയായിരുന്നില്ല. കാരണം ഇപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമ്മളുടെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്, അത്യന്താധുനികമായ യുഗത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള എല്ലാ ഒരു ചെറിയ പിൻ പോയിന്റിൽ നമ്മുടെ മൊബൈലിൽ നമുക്കെല്ലാം അവൈലബിളാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ചെന്നപ്പോഴേക്കും ഒരു 5 വയസ്സുകാരൻ പറയുകയാണ്, അവനോട് ജസ്റ്റ് സംസാരിക്കുകയും കൗൺസിലിങ്ങിൻ്റെ ഇടയിലും സംസാരിച്ചപ്പോൾ ഒരു ടീച്ചർ പങ്കുവച്ച കാര്യമാണ്, ആ 5 വയസ്സുകാരന് മൊബൈലുള്ള സകല സംഗതികളും അവനറിയാം. അവൻ പറയുകയാണ് 3x അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് എല്ലാം ഫോണിലേക്ക് കിട്ടും, നമുക്ക് എല്ലാം ഫോണിൽ കാണാൻ പറ്റുമെന്നുള്ള കാര്യം ഓർത്ത് നോക്കണം. ഒരു 5 വയസ്സുകാരൻ മഞ്ചാടിക്കുരു വെച്ച് കളിക്കുകയും സാറ്റ് കളിക്കുകയും മക്ക് കളിക്കുകയും അല്ലെങ്കിൽ ഒളിച്ച് കളിക്കുകയും അമ്മയുടെ മടിയിൽ ഉറങ്ങുകയൊക്കെ ചെയ്യാൻ ഉണ്ട് ആ 5 വയസ്സുള്ള കുട്ടിക്ക്. ഇപ്പോൾ അവനറിയാം എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലേക്കാണ്, എങ്ങനെയൊക്കെയാണ് പോകുന്നത്. നമ്മളൊക്കെ സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച് അല്ല മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വാദോരാതെ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലേ. പക്ഷേ അത് ഏറ്റവും വലിയ ദുരുപയോഗം നമ്മുടെ സമൂഹത്തെ താറുമാറാക്കി കളഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണുകളുടെ ദുരുപയോഗമാണ്. കാരണം 12 വയസ്സുള്ളയാളും 13 വയസ്സുള്ളയാളും ഒക്കെയാണെന്ന് വെച്ചാൽ കുട്ടികൾ, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അച്ഛനാണെന്നുണ്ടെങ്കിലും ആരൊക്കെയാണെങ്കിലും വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് വിരൽത്തുമ്പിൽ അവർക്ക് നോക്കുമ്പോഴേക്കും പല സൈറ്റുകളിലേക്ക് പോകാനും പല കാഴ്ചകൾ കാണുവാനും അവർക്ക് ഈസിയായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വികാരം കൊടുമ്പുരി കൊണ്ടിട്ട് അവർ ആ സമയത്ത് അവർക്ക് ആ കണ്ണിൽ ഇരുട്ട് കയറിയിട്ട് ആരാണ് തൻ്റെ മുന്നിൽ വരുന്നതെന്നുള്ള ഭാവഭേദമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അതിനു മുന്നേ മേമ്പൊടിയായിട്ട് മദ്യവും മയക്കുമരുന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പരിതസ്ഥിതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇതിനെ ആർക്കാണ് തളയ്ക്കാൻ പറ്റുന്നത്, ആർക്കാണ് ഇതിന് കടിഞ്ഞാണിടാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, ആ വീട്ടിലെ അമ്മയ്ക്ക്. കാരണം അമ്മമാരെ കൂടുതൽ ശ്രദ്ധാലുക്കളാകേണ്ടിയിരിക്കുന്നു, കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോട് വേണ്ടിയിരിക്കുന്നു. കാരണം ഒരു തള്ളക്കോഴി നമുക്കറിയാം എത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് തൻ്റെ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും തൻ്റെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന്. ആ പരിതസ്ഥിതി അതിൻ്റെ 10 മടങ്ങായിട്ട് നമുക്ക് കേരള സമൂഹത്തിലുള്ള ഓരോ വീടുകളിലെ ഓരോ അമ്മമാരും തൻ്റെ മക്കൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരെ തൻ്റെ ചിറകിനടിയിലേക്ക് കൂടുതലായിട്ട് ഒളിപ്പിക്കുകയും കൂടുതലായിട്ട് അവരെ സുരക്ഷിത ബോധത്തോടെ വളർത്തുകയും കൂടുതലായിട്ട് അവരിൽ സാൻമാർഗിക ബോധം വളർത്തിയെടുക്കുകയും സ്വന്തം സഹോദരനിൽ നിന്നാണെങ്കിലും പറയാൻ എനിക്ക് ഏറെയേറെ ബുദ്ധിമുട്ടും ലജ്ജയും തോന്നുകയാണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. പെൺമക്കളെ സ്വന്തം സഹോദരന്മാരിൽ നിന്നും സ്വന്തം അച്ഛന്മാരിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എപ്പോഴും ഏത് സമയത്തും അവരിലൊരു കണ്ണ് വെച്ചിട്ട് അവരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുകയും അവരുടെ ഓരോ
ചലനങ്ങൾ നന്നായിട്ട് വീക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ അമ്മയുടെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ കുളത്തൂർപ്പുഴയിലും തിരുവല്ലയിലും അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിലും തിരുവനന്തപുരത്തുമൊക്കെയുള്ള ഇത്തരത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായ സംഭവങ്ങൾ എന്നല്ല ഇതിനെ പറയേണ്ടത്. ഇത് മനുഷ്യത്വരഹിതമായ സംഭവങ്ങളാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൂടാ. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ആയിരങ്ങളിലൊന്നോ അല്ലെങ്കിൽ ലക്ഷങ്ങളിലൊന്നോ ആയിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ 100-ൽ-1 1000-ൽ-1 മാറിയിരിക്കുകയാണ്. അനുദിനം ഇത്തരമുള്ള കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പിതാക്കന്മാർക്കും അവരുടെ സാൻമാർഗിക ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓരോ സഹോദരന്മാർക്കും അവരുടെ സാൻമാർഗിക ബോധം വളരെയേറെ അധപ്പതിച്ച് മൂല്യച്യുതിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്കുള്ള നമ്മുടെ സാൻമാർഗിക ബോധത്തിൽ വന്ന അപചയം തന്നെയാണ്. അതിനുള്ള ഒരേ ഒരു വഴി സാൻമാർഗികമായുള്ള മാർഗ്ഗങ്ങളിലേക്ക്, ആ മൂല്യത്തിലേക്ക് നമ്മൾ നടക്കുക. ആ മൂല്യത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നടക്കുവാനായിട്ട് നമ്മൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കുറച്ചുകൂടെ നമുക്ക് ഈശ്വര വിശ്വാസവും ഒരു കുടുംബത്തിൻ്റെ അടിത്തറയിലുള്ള പല കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും നമ്മൾ 24 മണിക്കൂർ മൊബൈലിൽ കുത്തിയിരിക്കാതെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതറിയാം. നമ്മുടെ സമൂഹത്തിലേക്ക് നിന്ന് കണ്ണുപിടിച്ചാൽ മതി. എല്ലാവരും 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കുകയോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ഒന്നിനും ആർക്കും അതിനൊന്നും സമയമില്ല. ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവരും മൊബൈലുകളുടെ ആ ഉള്ളിലേക്ക് കയറിയിട്ട് എന്തൊക്കെയോ പരതുകയാണ്, എന്തൊക്കെയോ കാണുകയാണ്, ഇങ്ങനെയൊക്കെയോ ആത്മസംതൃപ്തി നേടുകയാണ്. കേരളത്തിലെ ഞാനൊരു അച്ഛനാണ്. അപ്പോൾ കേരള സമൂഹത്തിൽ ഇത് അച്ഛന്മാർക്കെന്ന് പറഞ്ഞാലോ എനിക്കിങ്ങനെ സംസാരിക്കുന്നതിൽ തന്നെ വിഷമമുണ്ട്. എത്ര ലജ്ജാവഹമായ കാര്യമാണ് അല്ലേ? എത്ര ക്രൂരമായ സംഗതികളാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി ഒരു കാര്യം പറയുകയാണ്, അമ്മമാരോടാണ് അപേക്ഷ. കൂടുതൽ അലേർട്ടായിട്ടിരിക്കുക, കൂടുതൽ നിങ്ങൾ കണ്ണുകൾ തുറന്നു വയ്ക്കുക. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമുക്ക് നമ്മളെ നിഴലിനെ പോലും വിശ്വസിക്കാൻ അങ്ങനെ പഴഞ്ചൊല്ലുണ്ട്. അത് ശരിയായിട്ട് അർത്ഥവത്തായി മാറിയിരിക്കുകയാണ്. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തില്ലാത്ത ഒരു പരിതസ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ രമ പറഞ്ഞതുപോലെയുള്ള ഈ ഡയലോഗ്, അങ്ങേര് വീട്ടിലുണ്ട്, എങ്ങനെയാണ് എൻ്റെ മക്കളെ ഞാൻ വീട്ടിൽ വിശ്വസിച്ചിരുത്തുക എന്ന് പറയുന്നത് ഒരമ്മ, കേരളത്തിലെ ഒരു സാധാരണ വീട്ടമ്മ പറഞ്ഞ ഡയലോഗ്. ഇത് കേരള സമൂഹത്തിൻ്റെ മുന്നിലേക്കുള്ളൊരു വലിയൊരു ചോദ്യമാണ്. എങ്ങനെ കുഞ്ഞുങ്ങളെ ഞാൻ വിശ്വസിച്ച് വീട്ടിലിരുത്തും? അങ്ങേര് വീട്ടിലുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കൂടുതലായിട്ട് കണ്ണും കാതും മനസ്സും ആത്മാവുമൊക്കെ തുറന്നിരിക്കുക. കാരണം നമ്മൾ കാവൽ മാലാഖമാരായിട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, കാവൽക്കാരായിട്ട് തന്നെ ഇരിക്കേണ്ട ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛന്മാരെ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ നാളെ ചുവടുകൾ വെക്കുന്നത്. ഈ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഏവർക്കും സ്നേഹ നമസ്കാരം. നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ നന്ദി.